താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ സംസ്കാരം പൂർത്തിയായി. കിടവൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരുന്നു ഷഹബാസിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. കിടവൂരിലെ മദ്രസയിൽ പൊതുദർശനത്തിന് ശേഷമാണ് മൃതദേഹം ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ച് ഖബറടക്കിയത്. വിവരങ്ങളുമായി ഇപ്പോൾ ചേതൻ സാജൻ ചേരുകയാണ്. ചേതൻ, ആയിരങ്ങളാണ് നിറമിഴികളുമായി അവന് യാത്രാമൊഴിയേകിയത്. ഒപ്പം അക്രമത്തിൻ്റെ ക്രൂരതകൾ ബോധ്യമാക്കുന്ന പോസ്റ്റ്മോർട്ടം വിവരങ്ങളും എന്തൊക്കെ സമഗ്ര വിവരങ്ങൾ? അതെ അജിംഷാദ്, കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ മൃതദേഹമാണ് കബറടക്കിയിരിക്കുന്നത്. ധാരാളം പേരാണ് അവസാനമായി കാണാൻ ഷഹബാസിന്റെ തറവാട്ട് വീട്ടിലും അതുപോലെ തന്നെ പൊതുദർശനത്തിന് വെച്ച മദ്രസയിലും എത്തിയത്. ഉച്ചയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മണിയോടുകൂടിയാണ് താമരശ്ശേരിയിലെ പാലോറക്കുന്നിലെ ഷഹബാസിന്റെ തറവാട്ട് വീട്ടിൽ മൃതദേഹം എത്തിക്കുന്നത്. ഇവിടെ ധാരാളം പേരാണ് ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേർന്നത്. ശേഷം മൃതദേഹം മയ്യത്ത് നമസ്കാരത്തിനായി ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കിടവൂർ മദ്രസയിൽ പൊതുദർശനത്തിന് ശേഷമാണ് ഖബറടക്കിയത്. ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇത് പ്രകാരം ഷഹബാസിന്റെ തലയോട്ടി പൂർണ്ണമായും തകർന്ന നിലയിലാണ്. തലക്കേറ്റ ആന്തരിക ക്ഷതമാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പറയുന്നത്. ഈ പൊതുദർശനത്തിന് വേണ്ടി ബാലാവകാശ കമ്മീഷൻ ചെയർമാനും എത്തിയിരുന്നു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് KV മനോജ് കുമാറും പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. 5 പേരെ പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പൊതുപരീക്ഷ ആയതിനാൽ ഇവരെ പരീക്ഷ എഴുതുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതായിരിക്കും. അജിംഷാ. ശരി ചേതൻ.